അതായത് സംഘപരിവാരം സൃഷ്ടിച്ചെടുക്കുന്ന നുണ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് അത് വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ നേരിട്ട് തന്നെയുള്ള അനുഭവം. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശബരിമലയിലെ പണം എടുത്തിട്ടാണ് പണം സർക്കാർ കൊണ്ടുപോവുകയാണ് എന്നുള്ളൊരു ആക്ഷേപം പല കുറി അല്ല എന്ന് തെളിയിച്ചതാണ്. നിയമസഭയിൽ രേഖകൾ സഹിതം മറ്റു മറുപടികൾ സഹിതം ഒക്കെ തെളിയിച്ചതാണ്. പക്ഷേ ഇപ്പോഴും ആ വ്യാജം പ്രചരിപ്പിക്കപ്പെടുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇതുപോലെ ഇവർ നിർമ്മിക്കുന്ന ഈ നുണകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ പ്രചാരകരായിട്ട് സഭാ നേതൃത്വം തന്നെ വരികയും അത് ബോധവൽക്കരണമാണ് എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന അപകടം, അതിൻ്റെ ഒരു വ്യാപ്തി അത് വലുതല്ലേ? ഞാനതിനെ വളരെ പെട്ടെന്ന് കുറച്ച് കാണിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇതിനെ എതിരിടാൻ പാകത്തിലുള്ള ഒരു സെക്യുലർ സൊസൈറ്റി അപ്പുറത്തുണ്ട് എന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് കേരളത്തിൽ ഇപ്പൊ ഇത് മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ വെറുപ്പുളവാക്കാൻ പറ്റുന്ന മാധ്യമങ്ങൾ കേരളത്തിൽ വേറെയുണ്ട്, ഈ സഭകൾ മാത്രമല്ല. അപ്പൊ അവർ ഒരുമിച്ചാണ് ദേ വർക്ക് ഇൻ ടാൻഡം. RSS BJPക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളങ്ങളുണ്ട്. അവർക്കൊപ്പം സഭാ നേതൃത്വത്തോട് കൂടുന്നു. ഞാനിതിനെ വളരെ ചെറുതാക്കി കാണുന്നത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. ഇതിന്റെ അപകടം ചെറുതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇതിൻ്റെ അകത്ത് കത്തോലിക്ക സഭയുടെ മുഴുവൻ ഇത് മറ്റ് സമുദായങ്ങളിൽ വളരെ അതിന്റെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ കത്തോലിക്ക സഭയിൽ വന്നു കഴിയുമ്പോൾ സഭാ നേതൃത്വം തന്നെ അതിന് മുന്നിട്ടിറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതിന്റെ അപകടത്തെ ഞാൻ കുറച്ച് കാണുകയല്ല ചെയ്യുന്നത്. പക്ഷെ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ ഇരുന്നാണ് നമ്മൾ ഈ വർത്തമാനം പറയുന്നത്. ഇപ്പോഴും ഇവരുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഭരണഘടന നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉള്ളത് കൊണ്ടും ഇടതുപക്ഷ മതേതര വിശ്വാസികൾ ഈ രാജ്യത്ത് ഭൂരിപക്ഷമുള്ളൂ. ഞാനതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മാത്രമല്ല കണക്കാക്കുന്നത്, അല്ല ഇടതുപക്ഷ പാർട്ടികളെ മാത്രമല്ല കണക്കാക്കുന്നത്. ഇടതുപക്ഷത്തും LDFിലും UDFിലും മറ്റു പാർട്ടികളിലും മറ്റ് സെക്യുലർ പാർട്ടികളിലും എല്ലാ മനുഷ്യരെ ഒരുമിച്ചാണ് ഞാൻ കാണുന്നത്. അവരെല്ലാവരും കൂടി എണീറ്റ് നിന്നാൽ, ഈ അപകടം തിരിച്ചറിഞ്ഞാൽ, കാരണം ഇതിൻ്റെ അകത്ത് ലോകത്തിലുള്ള എല്ലാ ഫാഷിസ്റ്റുകളും ചെയ്യുന്നത് പോലെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള കണക്കുകൾ അവിടെ നിന്നും ഇവിടുന്ന് ചെറി പിക്ക് ചെയ്ത് ഈ പിക്ചർ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പം ആ ചെറി പിക്ക് ചെയ്ത് മാത്രമല്ല അതിൻ്റെ ചുറ്റുമുള്ള ബാക്കി കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ജനക്കൂട്ടമല്ല കേരളത്തിലുള്ളത്. പക്ഷെ അതിനൊരു എഫർട്ട് വേണം എന്നുള്ളത് രാജീവ് പറഞ്ഞൊരു അപകടം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിൻ്റെ അകത്ത് വളരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ല, നമുക്കൊരു ഇതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നുള്ളത് രാജീവ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിതിനെ ചെറുക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ കൂടി ഒരു ആർട്ടിക്കിൾ വായിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മനുഷ്യർക്ക് ജീവിതത്തെക്കുറിച്ച് അവർ വിധിക്ക് വിട്ടിരിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് മതം ഉണ്ടെങ്കിൽ മതി. പക്ഷെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമ്മൾ ജീവിത സൗകര്യങ്ങൾ, നമ്മൾ മനുഷ്യരെ പോലെ ജീവിക്കുന്നവരാണ്. ലോകത്തിലുള്ള ഒരുവിധം എല്ലാ സിവിലൈസ്ഡ് സൊസൈറ്റിയിലും ജീവിക്കുന്നത് പോലെ സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ധാരണയുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടാണ് ഇവിടെ. അപ്പൊ ഇതില് എത്ര നിങ്ങൾ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ ശ്രമിച്ചാലും ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ഈ 11ഉം 12ഉം ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് ദേ ഹാവ് എവറി ഇൻഫർമേഷൻ ഓൺ ദെയർ ഫിംഗർ ടിപ്പ്. അവരുടെ അടുത്ത് പോയി നുണകൾ പറഞ്ഞാൽ അതത്ര ഏക്കില്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്, അവർ കാണുന്ന സിവിൽ സൊസൈറ്റി എന്നുള്ളത് സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. നമ്മൾ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വെറുപ്പ് ഇങ്ങനെ കുമിച്ചു വിടാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഈ ചോദ്യം തിരിച്ച് സഭാ നേതൃത്വത്തോട് തന്നെ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടായി വരും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. കാരണം അത്രയുള്ള ഒരു സാമൂഹ്യ ബോധമുള്ള ഒരു സമൂഹമാണ് നമ്മളിത് തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇത് ആവശ്യത്തിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല. കാരണം ഈ വെറുപ്പിന് പോകാൻ പറ്റുന്നതിന് കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ ലിമിറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ ആൾക്കാർ കേരളത്തിലുണ്ട്. ഇതിപ്പം എല്ലാ സമുദായങ്ങളിലും കുറേശ്ശെ ഉണ്ട്. കത്തോലിക്ക സമുദായത്തിലാകുമ്പോൾ അത് ഒഫീഷ്യലാണ്, ഒഫീഷ്യൽ സഭാ നേതൃത്വത്തിന് അനുവാദത്തിന്റെ മുൻകൈയിലാണ് നടക്കുന്നത് എന്നുള്ളത്. എല്ലായിടത്തും ഇമാതിരിയുള്ള വർത്തമാനം പറയുന്ന ആളുകൾ എല്ലായിടത്തും ഉണ്ട്. അവരുടെ ഒരു കുറുമുന്നണി നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാം കൂടി വന്നാലും നമ്മുടെ സമുദായത്തിന് ഒരു 10% താഴെ ഇത് നിൽക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്.